പണിക്കുപ്പി ടാസ്ക് ആർക്കായിരിക്കും ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്? ബ്ലൈൻഡ് ഫോൾസിനകത്തൂടെ കാണാൻ പറ്റുമോ? ഇവിടെ പലരും ഗസ് ചെയ്തതാണോ അതോ ഇങ്ങനെ ഇടയിൽ കൂടെ വല്ല ഷാഡോ വഴി കണ്ടതാണോ? എന്താണ് ബിഗ് ബോസ് ഇടയ്ക്ക് ഒരു ട്വിസ്റ്റ് കൊടുത്തായിരുന്നു. എന്താണ്? എല്ലാവരും ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. അപ്പം ഇവിടെ അനുവും ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്, അയ്യോ അത് നമുക്ക് കിട്ടിയില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ആരും കണ്ടുപിടിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. ഇവരെല്ലാം കണ്ടുപിടിച്ചത് സൈക്കോളജിക്കലി അവർ കണ്ടുപിടിച്ചതാണോ? ആരെങ്കിലും ഇങ്ങനെ കണ്ണു വെച്ച് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തതാണോ? ജിസേൽ ഇവിടെ ബിഗ് ബോസിനോട് എന്താണ് സംസാരിച്ചത്? ഇതാണ് ഷാനവാസിന് അറിയേണ്ടത്. എന്തൊക്കെയാണ് നടന്നത്? നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറയണേ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്തായിരുന്നാലും ഇത്രയും നേരം നമ്മളെ ഉറക്കിപ്പിക്കാതിരുന്നല്ലോ, കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. ഇത് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക. പണിക്കുപ്പി എന്ന് പറയുന്ന സംഭവമാണ് അവിടെ ഉള്ളത്. 15 പേർക്കുള്ള കസേരകളും തൊട്ട് മുന്നിൽ പെഡസ്റ്റൽ ഉണ്ട്, അതിൽ ബ്ലൈൻഡ് ഫോൾസ് ഉണ്ട്, നടുക്ക് ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്, അറ്റത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിനകത്ത് എല്ലാവരുടെയും പേരുകൾ എഴുതിയിട്ടിട്ടുണ്ട്. ബ്ലൈൻഡ് ഫോൾസ് ആദ്യം ധരിക്കുക. ബിഗ് ബോസിനെ പ്രതിനിധീകരിച്ച് 3 പേരകത്തേക്ക് കയറും. ബോക്സിൽ നിന്ന് അവരൊരു പേരെടുക്കും. ആ പേരുള്ള ആരെ അവർ തട്ടി വിളിക്കും. ആ തട്ടി വിളിച്ച ആൾ ഇമ്മ്യൂണിറ്റി കുപ്പി എടുത്ത് ഒരാൾക്ക് മുന്നിൽ, ആരാണോ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അവർ ആഗ്രഹിക്കുന്നത്, ഇമ്മ്യൂണിറ്റി കിട്ടാതിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ മുന്നിൽ കൊണ്ട് വെക്കുക. അപ്പോൾ വെച്ച് കഴിഞ്ഞ് അവർ തിരിച്ചവിടെ പോയി ഇരിക്കുക. അങ്ങനെ എന്നിട്ട് എല്ലാവരും ബ്ലൈൻഡ് ഫോൾസ് അഴിക്കുക. കുറച്ച് സമയം തരും. 3 ചോദ്യങ്ങൾ വീതം ഓരോരുത്തരോട് ഇവർക്ക് ചോദിക്കാം. ഒരു ഊഹമാണ് നടത്തേണ്ടത്. ഇവരായിരിക്കാം എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്, എൻ്റെ മുന്നിൽ ഈ കുപ്പി വെച്ചേക്കുന്നത് ഇവരാകാം എന്നുള്ളൊരു ഊഹം വെക്കുക. അത് നിശ്ചിത സമയത്തിനുള്ളിൽ വെക്കുക. കറക്റ്റ് ഉത്തരവൊന്നും കൊടുക്കണ്ട. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം, നിങ്ങൾ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ ഔട്ട്. നിങ്ങൾ പറഞ്ഞ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ കുപ്പി വെച്ച ആള് ഈ മത്സരത്തിൽ നിന്ന് ഔട്ടാവും. അവസാനം 2 പേര് ബാക്കി വരുമ്പോൾ ഇമജിമ്മാതിരിക്കുന്ന മത്സരം നടത്തണം. ഇമജിമ്മാതെ ആരാണോ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്, ആദ്യമായിട്ട് ഇമജിമ്മയാള് ഔട്ടാവും. മറ്റേ ഇമജിമ്മാതിരിക്കുന്ന ആൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. അതാണ് ടാസ്ക്. ഓക്കെ, ബിഗ് ബോസ് ഇവിടെ ഭയങ്കരമായ ടാക്ടിക്സുകളും ഗൂഢാലോചനയൊന്നുമില്ല. ഇത് ഇൻഡിവിജ്വൽ ടാസ്ക് ആണ്. ഇതിനകത്ത് നമ്മൾ കുറേ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം, കുറേ കാര്യങ്ങൾ ഉപയോഗിക്കണം. പക്ഷേ ഇതിനകത്തുള്ള മെയിൻ സംഭവം ബ്ലൈൻഡ് ഫോൾഡ് ആണ്. ഈ ബ്ലൈൻഡ് ഫോൾഡ് എന്ന സംഭവം ധരിക്കാൻ, ബിഗ് ബോസിന്റെ ബ്ലൈൻഡ് ഫോൾഡ് ഇടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ബ്ലൈൻഡ് ഫോൾസ് ധരിപ്പിച്ചാണ് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഈ ബ്ലൈൻഡ് ഫോൾസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് തല പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൂടെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ സൈഡിൽ കൂടി ഫുൾ കാണാമെന്നല്ല, ചെറുതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഫുൾ ബിഗ് ബോസ് വീടൊന്നും കാണാൻ പറ്റത്തില്ല, ചെറുതായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അത് തല പൊക്കിയാൽ മാത്രമേ പറ്റൂളേ. ഇനി നല്ല വലിയ മൂക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ പണി അതായത് ടൈറ്റായിട്ട് കണ്ണടച്ചിട്ട് വേണം അത് വെക്കാൻ. കണ്ണടച്ചിട്ട് വേണം വെക്കാൻ. കണ്ണ് തുറക്കാൻ പറ്റിയാൽ, അതായത് ലൂസായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റും. കണ്ണ് തുറക്കാൻ പറ്റിയാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇനി അല്ലെങ്കിൽ ലൂസായിട്ടാണ് കെട്ടിയിരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ പറയാൻ പറ്റില്ല, പലർക്കും ലൂസ് ആവാം, ടൈറ്റ് ആവാം, കാണാൻ പറ്റാം, കാണാൻ പറ്റാതിരിക്കാം. എന്തായിരുന്നാലും ഇവിടെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷെ ചിലവരൊക്കെ നല്ല രീതിയിലുള്ള ഗസ് നടത്തിയിട്ടുണ്ട്. നമുക്ക് പറയാനും പറ്റില്ല ഇവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. നമ്മുടെ അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് വെക്കൂല. കാര്യം നമുക്ക് അവരുടെ ചെവി വെച്ചിട്ട്, ചെവി എന്ന സംഭവമുണ്ട്, ഒരു സെൻസേഷൻ ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ അപ്പുറത്തിരിക്കുന്ന ആൾ എണീറ്റിട്ടുണ്ടെങ്കിൽ. പിന്നെ ചെവി വെച്ചിട്ട് കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും, സ്കിന്നിലൂടെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ എണീറ്റ് പോയിട്ട് അവരുടെ അടുത്ത് ആരിനൊക്കെ നോക്കിയതുപോലെ മണത്തൊക്കെ നോക്കാം, വേർത്തിട്ടുണ്ടോ, ഹാർട്ട് ബീറ്റ് നോക്കാം, പിന്നെ അവരിങ്ങനെ കിതയ്ക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. മണം, ഇതൊക്കെ എല്ലാവരും പെർഫ്യൂമൊക്കെ അടിച്ചിട്ടാണ് പോയേക്കണത്. ആ പെർഫ്യൂം വെച്ച് വേണമെങ്കിൽ തിരിച്ചറിയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ മണത്തിലൂടെയൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എന്തായിരുന്നാലും പക്ഷെ ബിഗ് ബോസ് അവർക്ക് കൊടുത്തത് സൗണ്ടുള്ള ചെയറാണ്. അത് തന്നെ ആദ്യത്തെ പാരയാണ്. സൗണ്ടുള്ള ചെയറാകുമ്പോൾ എണീക്കുന്നത് അറിയാൻ പറ്റും. അതൊക്കെ ബിഗ് ബോസിന്റെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ബിഗ് ബോസിനോട് ഇവർ പറയുന്നത്, ബിഗ് ബോസ് ഇത് ഈസി ആയിട്ട് അറിയാൻ പറ്റും, നമ്മൾ എണീക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കും. പക്ഷേ ബിഗ് ബോസ് എന്തെന്ന് അറിയാമോ, മ്യൂസിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാൽനടയുടെ മ്യൂസിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഫീൽ ചെയ്യില്ല. അപ്പം എല്ലാവരും ശരിയായിരിക്കുക. നമ്മൾ ആരടുത്ത് പോയി ഇരിക്കുന്നോ അവർ നമുക്കെതിരെ വെക്കൂല. അതുകൊണ്ട് അവസാനമേ വെക്കുള്ളൂ. അപ്പം നമ്മൾ ഇരിക്കുന്ന ആരാണോ അതും ശ്രദ്ധിക്കുക. കണ്ണുകൾ അടച്ച ശേഷം ബ്ലൈൻഡ്സ് ധരിക്കാൻ പറയുന്നു. 3 പേര് അകത്തേക്ക് കയറുന്നു. അപ്പോൾ ആരിനിവിടെ ഭയങ്കരമായ രീതിയിൽ ആരിന് ചില കാര്യങ്ങളാണ് ചിരിയും വരും. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടുണ്ട്. ഇവിടെ ജിസേലാണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റുന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം ജിസേൽ എണീറ്റിട്ട് ചെരുപ്പിട്ട് മാറ്റിയിട്ട് വന്നിരിക്കുന്നു. എല്ലാവരും ബൗൺസേഴ്സിനെ എല്ലാവരും പരിശോധിക്കുന്നുണ്ട്, അതായത് ഇത് കെട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പം അവർക്കൊരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്.
നിലവിൽ ഇപ്പോൾ ബാക്കിയുള്ളത് 1 2 3 4 5 6 7 പേര് ബാക്കിയുണ്ട്. ബാക്കി 7 പേര് ഔട്ടായിട്ടുണ്ട്. 7 പേരാവണം തോന്നുന്നു. ഒരു ബ്രേക്ക് കൊടുത്ത് എന്തിനാണെന്നറിയാമോ? അവർക്ക് അവരുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് ഇതാക്കാൻ വേണ്ടി. ആര്യൻ അവിടെ ഫുൾ പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അറിയാം, അങ്ങനെ അറിയാം എന്നൊക്കെ. മിക്കവാറും ബ്രേക്ക് കഴിയുമ്പോൾ മിക്കവാറും ബിഗ് ബോസ് അതൊക്കെ മാറ്റും, കസേരകളൊക്കെ കുറയ്ക്കും, മാറ്റും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം അവിടെ ആരിൻ്റെ വായിലുള്ളതെല്ലാം പുറത്തേക്ക് ഇപ്പം വരുന്നുണ്ട്. അപ്പം ബൗൺസേഴ്സ് ഒരു പേരെടുക്കുന്നു. ആദ്യത്തെ പേര് ആര്യനെയാണ് എടുക്കുന്നത്. പതുക്കെ പോയിട്ട് ആര്യൻ പോയിട്ട് ജിഷിന് വെച്ച് കൊടുക്കുകയാണ്. ജിഷിൻ അവിടെ ഗസ് ചെയ്യാൻ കഴിയുന്നില്ല. ജിഷിൻ അനീഷിനെയാണ് പറയുന്നത്. അനീഷ്, ഷാനവാസ്, അഭിലാഷിനെയാണ് പറയുന്നത്. ജിഷിൻ ഔട്ടാവുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ധരിക്കുന്നു ബ്ലൈൻഡ് ഫോൾസ്. അടുത്ത റൗണ്ടിൽ നിവിനെയാണ് കിട്ടുന്നത്, ആ ബോക്സിനകത്ത് നിന്ന് നറുക്ക് കിട്ടുന്നത്. നിവിൻ പോയിട്ട് നേരെ പോയിട്ട് ആര്യൻ്റെ കയ്യിൽ വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് നിവിൻ ഈ സൈഡിലാണ് കൊണ്ടുവെക്കുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏത് സൈഡിൽ നിന്നാണ് വന്നെന്നുള്ളത്. പിന്നെ നമുക്ക് ഫീൽ ചെയ്യാം, അയാൾ വരുന്നത് ഫീൽ ചെയ്യാം. അതിന് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഫുഡ് സ്റ്റെപ്സിൻ്റെ മ്യൂസിക് ഇടുന്നുണ്ട്. അങ്ങനെ നിശബ്ദതയല്ല, സൗണ്ട് ഉണ്ട്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇരിക്കാൻ, നമ്മൾക്ക് ഫീൽ ചെയ്യണം. പിന്നെ ഇതിൻ്റെ അറ്റത്താണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യനെ പെട്ടെന്ന് ഗസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ നിവീനെ പറയുന്നു, നിവീൻ ഔട്ടാകുന്നു. നിവീൻ പറയുന്നുണ്ട് ആര്യനെ കാണാൻ പറ്റും എന്നുള്ളത്. അത് കഴിഞ്ഞ ശേഷം സാബുമാൻ വരുന്നു. സാബുമാനാണ് നറുക്ക് കിട്ടുന്നത്. സാബുമാൻ അനുമോക്ക് കൊണ്ടുവെക്കുന്നു. അനുമോൾക്ക് ഗസ് ചെയ്യാൻ കഴിയുന്നില്ല. അതെന്താ അനുമോക്ക് കാണാൻ പറ്റിയില്ല എപ്പോഴും? അതിപ്പോൾ ഈ നെഗറ്റീവായ ആൾക്കാർക്ക് കാണാൻ പറ്റും, പോസിറ്റീവായ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള കമൻസ് വരാൻ കേട്ടോ, കോമഡി കമൻസുകൾ. കൂടുതൽ നെഗറ്റീവുള്ള ആൾക്കാർക്കൊക്കെ കാണാൻ പറ്റും, ഒട്ടും നെഗറ്റീവ് അല്ലാത്ത ആൾക്കാർക്കൊക്കെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ വരും. ഇപ്പം അഭിലാഷ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സാബുമാനായിരുന്നു. അനു അങ്ങനെ ഔട്ടായി. അത് കഴിഞ്ഞ് അനീഷ് വരുന്നു. അനീഷിന് നറുക്ക് കിട്ടുന്നു. അനീഷ് അക്ബറിൻ്റെ മുന്നിലാണ് കൊണ്ടുവെക്കുന്നത്. അക്ബറിൻ്റെ മുന്നിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞ ശേഷം അക്ബറിന് ഡൗട്ട് വരുന്നു. അക്ബറിന് അറിയാം ഇവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അക്ബർ ഇങ്ങനെയൊക്കെ കാണിച്ചായിരുന്നത്, ഇങ്ങനെ കാണിച്ചിരിക്കുന്നുണ്ടായിരുന്നേ. അതിനി നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കാനാണോ എന്ന ഒരു ഡൗട്ടുണ്ട് എനിക്ക്. പല ടാക്ടിക്സും നമുക്ക് പ്രയോഗിക്കാം. അക്ബർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അക്ബറിന് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതോ ഫീൽ ചെയ്യുന്നതോ അറിയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. കാര്യം നേരെയാണ് വന്നത്. അപ്പോൾ അക്ബറിനറിയാം ഒന്നെങ്കിൽ അനീഷ്, ഒനീൽ അല്ലെങ്കിൽ ഷാനവാസ്. ജിസേൽ എന്തായാലും വെക്കൂല ഇതിൽ 3 പേരിലും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒനിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ജിസേൽ അറിയുന്നുണ്ടായിരുന്നു അനീഷാണ് പോയെന്നുള്ളത്. കാര്യം ജിസേൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അനീഷ് എണീറ്റപ്പോൾ. ജിസേൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ജിസേലിന് ഫീൽ ചെയ്തു അനീഷ് എണീറ്റതായിട്ട്. ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു അത്. അപ്പോൾ ഒനിൽ ഇങ്ങനെ ഈച്ച പോകുന്നുണ്ടായിരുന്നു. അതിങ്ങനെ സിഗ്നൽ കൊടുക്കുന്നതാണെന്ന് അറിഞ്ഞൂടാ, ഈച്ച പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അനീഷിൻ്റെ പേര് പറയുന്നു. അക്ബർ സേവ് ആവുന്നു, അനീഷ് ഔട്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് ജിസേൽ ഇവിടെ ബ്ലൈൻഡ് ഫോൾസ് മാറ്റുന്നു വെക്കുന്നു. ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ അകത്ത് പോയി ലിവിങ് ഏരിയയിലാണ് ബാക്കിയുള്ള ഔട്ടായവരൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ആര്യന് കാണാം, ജിസേലിന് കാണാം, അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ, ഔട്ടായവർക്കൊക്കെ കാണാം, അവർക്ക് ഔട്ടാവാത്തവരൊക്കെ കാണാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ. ഇപ്പോൾ ഇതിൻ്റെ താഴെയും കമൻസിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇവർക്ക് കാണാം, അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന്. നോക്കാം, ഇതിനകത്ത് പലർക്കും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അടുത്ത നറുക്ക് കിട്ടുന്നത് ആദിലയ്ക്കാണ്. ആദില പോയിട്ട് സാബുമാന് വെക്കുന്നു. പക്ഷേ സാബുമാൻ ക്ലിയർ കട്ടായിട്ട് ആദിലെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവർ വരുന്ന ഡയറക്ഷൻ അറിയാൻ പറ്റും കേട്ടോ, ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദിലേനെ പറയുന്നുണ്ട്. അങ്ങനെ ആദില ഔട്ടാവും. സാബുമാന് 2 പ്രാവശ്യം സാബുമാൻ ഗസ് ചെയ്തു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയാണ് പുതിയ പ്ലാൻ. ബിഗ് ബോസിന് മനസ്സിലായി അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അതായത് ഇവർ വരുന്നത് ഡയറക്ഷൻ സെൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് അതറിയാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി. ചിലവർക്ക് ഒട്ടും കാണുന്നില്ല കേട്ടോ. എന്നിട്ട് അവരെ തിരിച്ചിരുത്തി. അതായത് നമ്മൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ബ്ലൈൻഡ്സ് ഇവിടെ, കസേര ഇവിടെ. എൻ്റെ കസേരനെ തിരിച്ചിട്ടിട്ട് അങ്ങോട്ട് ഇരുത്തി തന്നെ. അപ്പോൾ ഇവർക്ക് വരുന്നത് കാണാൻ പറ്റൂല. അങ്ങനെ ബിഗ് ബോസ് പ്ലാൻ മാറ്റി. അങ്ങനെ ലക്ഷ്മിനെ കിട്ടുന്നു. ലക്ഷ്മിയെ നറുക്ക് കിട്ടുന്നു. ലക്ഷ്മി ഒനീലിന് കൊണ്ടുപോയി വെക്കുന്നു. ഒനീൽ പറയുന്നത് അഭിനയാണ്, ലക്ഷ്മിയെ കിട്ടുന്നില്ല. അങ്ങനെ ഒനീൽ ഔട്ടാവുന്നു. അടുത്തതും ലക്ഷ്മിക്ക് നറുക്ക് വീഴുന്നു. ലക്ഷ്മി സാബുമാന് വെക്കുന്നു. സാബുമാൻ ലക്ഷ്മിനെ പറയുന്നു. സാബുമാൻ പറഞ്ഞു ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഔട്ടാവുന്നു. അങ്ങനെ ഇപ്പം അവിടെ ബാക്കിയുള്ളത് സാബുമാൻ, അക്ബർ, ആര്യൻ, നൂറ, ഷാനവാസ്, ജിസേൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതെല്ലാം ജിസേൽ. അങ്ങനെ ബിഗ് ബോസ് പറയാണ് ഇനി ഒരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം കാണാം. ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം ഈ ബ്രേക്കിൽ അവിടെ എല്ലാം പോയി പറഞ്ഞ് കുളവാക്കുമെന്ന്. അപ്പം ബ്രേക്ക് കൊടുക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ജിസേൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് എന്താണ് ജിസേൽ പറഞ്ഞത്, എന്താണ് ജിസേൽ ബിഗ് ബോസിനോട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. ഇനി നിങ്ങളുടെ അനുമാനങ്ങൾ പറയും. പല അനുമാനങ്ങളും ഉണ്ടാകും. അവർക്ക് കാണാൻ പറ്റും, ഇവർക്ക് കാണാൻ പറ്റില്ല, ഇവർക്ക് കാണാൻ പറ്റും, അവർക്ക് കാണാൻ പറ്റില്ല. നമുക്ക് നോക്കാം. എന്തായിരുന്നാലും ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും, അത് ഉറപ്പാണ്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.